മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാൻ ധനമന്ത്രി പാർലമെന്റിൽ എത്തുമെന്നിരിക്കെ അതിന് മുന്നോടിയായി ബജറ്റ് സെഷൻ ആരംഭിച്ചുകൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇരുസഭകളെയും സംയുക്തമായി അഭിസംബോധന ചെയ്തു. മോദി സർക്കാരിനെ പുകഴ്ത്തി വാഴ്ത്തുന്ന സ്ഥിരം ശൈലിയിൽ യാതൊരു മാറ്റവുമില്ലാതെ രാഷ്ട്രപതി മൂന്നാം മോദി സർക്കാരിനെ കുറിച്ച് വായിച്ചു മുന്നേറി. രാജ്യം വികസന പാതയിലാണെന്നും മറ്റേതൊരു സർക്കാരിനേക്കാൾ വേഗത്തിലാണ് മോദി സർക്കാർ വികസന കാര്യങ്ങളിൽ മുന്നേറുന്നതെന്നും രാജ്യത്തെ വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിലെല്ലാം കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയുടെ നോട്ടമെത്തുന്നു എന്നുമെല്ലാം നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമു പറഞ്ഞു. എന്തായാലും മണിക്കൂറുകൾ നീണ്ട പ്രസംഗത്തിനേക്കാൾ അതിനുശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് സോണിയാഗാന്ധിയുടെ വാക്കുകളാണ് BJP ചർച്ചയാക്കിയതും വിവാദമായി മാറിയതും. സർക്കാരിനെ പുകഴ്ത്തി പറഞ്ഞ രാഷ്ട്രപതി ക്ഷീണിച്ചുവെന്ന ഒരു രാഷ്ട്രീയ വിമർശനം സോണിയാഗാന്ധി പറഞ്ഞത് പക്ഷേ രാഷ്ട്രപതിയെ അപമാനിച്ചുവെന്ന തരത്തിലാണ് BJP നേതാക്കൾ വിവാദമാക്കിയത്. അസാധാരണമാം വിധം രാഷ്ട്രപതി ഭവൻ മുൻ കോൺഗ്രസ് അധ്യക്ഷയുടെ പ്രതികരണത്തിന് ചെവി കൊടുക്കുകയും ഇത്തരം പരാമർശം പാടില്ലെന്ന തരത്തിൽ വാർത്താക്കുറിപ്പ് ഇറക്കുകയും ചെയ്തു. ഇതോടെ ബജറ്റിന് മുമ്പ് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാൻ സോണിയയിൽ നിന്ന് വീണ് കിട്ടിയ വാക്കിനെ ഉപയോഗിക്കുകയാണ് BJP. രാഷ്ട്രീയ വിമർശനങ്ങൾ ധാരാളം ഉയരാൻ സാധ്യതയുള്ള നാളത്തെ ബജറ്റ് അവതരണത്തെ ഒരു മുഴ മുമ്പേ എറിഞ്ഞ് വരുതിയിലാക്കുകയാണ് ഭരണപക്ഷം. ഇനി എന്താണ് സോണിയയുടെ പരാമർശം? പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും രാഷ്ട്രപതി തളർന്നുപോയി. അവർ സംസാരിക്കാൻ പറ്റാത്ത നിലയിലേക്ക് എത്തി. പാവം. ഇതാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സോണിയാഗാന്ധി അപമാനിച്ചു എന്ന തരത്തിൽ BJP ആരോപിക്കുന്ന വാക്കുകൾ. BJP അധ്യക്ഷൻ JP നദ്ദയാണ് ആദ്യം തന്നെ സോണിയാഗാന്ധി നിരുപാധികം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടത്. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സോണിയാഗാന്ധിയുടെ പ്രതികരണത്തെ കൂട്ടിക്കെട്ടിയത് ഫ്യൂഡൽ മനോഭാവത്തോടെയാണ്. ഗോത്രവർഗക്കാരിയായ രാഷ്ട്രപതിയെ അംഗീകരിക്കാനുള്ള മടിയാണ് ഈ പരാമർശത്തിന് പിന്നിലെന്നാണ് മന്ത്രി പറയുന്നത്. ഗോത്രവർഗത്തിൽ നിന്നുള്ള ഒരു സ്ത്രീ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായത് കോൺഗ്രസിന്റെ ഫ്യൂഡൽ ചിന്താഗതിക്ക് ദഹിക്കുന്നില്ലെന്ന വാദം ഉയർത്തി വിഷയം കത്തിക്കുകയാണ് BJP. സോണിയാഗാന്ധി നടത്തിയത് അപകീർത്തികരമായ പ്രസ്താവനയാണെന്നും അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന പരാമർശമെന്നും അംഗീകരിക്കാനാകില്ലെന്നും രാഷ്ട്രപതി ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും പറയുന്നു. രാഷ്ട്രപതി ആദിവാസി വിഭാഗത്തിൽപ്പെട്ട വനിതയാണ്, അവർ ദുർബലയല്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി റിജിജു പറയുന്നു. സോണിയാഗാന്ധി രാഷ്ട്രപതിയെ അപമാനിച്ചിട്ടില്ലെന്നും നീണ്ട പ്രസംഗം വായിച്ച ക്ഷീണിതയായി എന്ന അർത്ഥത്തിൽ പറഞ്ഞ കാര്യത്തെ മാധ്യമങ്ങളും BJPയും വളച്ചൊടിച്ചതാണെന്നും പ്രിയങ്ക ഗാന്ധി തിരിച്ച് പ്രതികരിച്ചു. എന്തായാലും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് നിലവിൽ സോണിയാഗാന്ധിയുടെ വായിൽ നിന്ന് വീണുപോയ വാക്ക് നാളത്തെ ബജറ്റിൽ വരുന്ന വലിയ എന്തോ കാര്യത്തിലേക്ക് ശ്രദ്ധ പോകാതിരിക്കാൻ BJP ഗംഭീരമായി ഉപയോഗിക്കുകയാണെന്നാണ്. പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കി നാളെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ വലുതെന്തോ പുറത്തുവിടാൻ ഒരുങ്ങുകയാണെന്ന് സംശയിക്കുന്നവർ ചെറുതല്ല. എന്തായാലും വായിച്ചു ക്ഷീണിച്ചുവെന്ന് പറഞ്ഞതിന് സോണിയാഗാന്ധിയെ വട്ടമിട്ട് കൊത്തിപ്പറിക്കാൻ ശ്രമിക്കുന്നവർ നാളെ 11 മണിയിലെ ബജറ്റ് പ്രസംഗത്തിലെ വലുതെന്തോ മറയ്ക്കാൻ ഇന്നേ പണി തുടങ്ങിയെന്ന് കരുതുന്നവർ നാട്ടിൽ കുറവല്ലെന്ന് മാത്രം.